അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയെന്ന് പറഞ്ഞ എന്താണെന്നറിയോ, കേക്കാണ് കേട്ടോ. ക്രിസ്മസ് ഇനി എത്തിയില്ലേ, ഇനി എന്തിനു വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പോഴും ട്രൈ ചെയ്ത് തുടങ്ങിയാലല്ലേ നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴേക്കും നിറയെ കേക്കുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം നമുക്കിന്നൊരു എഗ്ലെസ് കേക്കാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് കുറച്ച് ഡേറ്റ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ടെ എന്താ ഒഴിക്കുന്നതെന്നറിയോ, നമുക്ക് കുറച്ച് റേസിൻസ് കൂടി ഇട്ട്, അതായത് കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസിന് മധുരമൊന്നുമില്ല, നല്ല പ്യുവർ ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ തുടങ്ങിയാൽ മതിയേ. അപ്പോൾ ഇതോടെ 2 മണിക്കൂർ ഇരുന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താണെന്നറിയോ, ഇതുപോലത്തെ ഒരു കേക്ക് മോൾഡ് എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനെയും ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, കുറച്ച് ഷുഗർ ഇതുപോലെ ഒരു പാനിലിട്ടതിന് ശേഷം ഇതിൽ നിന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ലൂസായി കിട്ടും. ഇതിങ്ങനെ ലൂസായി എടുക്കുക. അപ്പോൾ അതായത് ഈ ഒരു കളറിൽ നല്ലൊരു പഞ്ചസാര പാനി കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഉദ്ദേശം ഇവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പാനിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, കേക്കല്ലേ പരിപാടി. അപ്പം ഞാൻ ഇതുവരെ കുറേ വീഡിയോസ് ചെയ്തെങ്കിലും കേക്ക് ഞാൻ അധികം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ കേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കേക്ക് ആ ഒരു എഗ്ലെസ് മുട്ടയൊന്നും ഇടാത്ത കേക്ക് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മൈദ വേണം. മൈദ കഴിഞ്ഞിട്ട് പിന്നെ ചേർക്കുന്നത് പൗഡേർഡ് ഷുഗറാണ്, നമ്മുടെ പഞ്ചസാര പൊടിച്ചാണ്. നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടോ? ഇതിപ്പോൾ മൊത്തത്തിൽ വെള്ള കളർ ലൈറ്റും കൂടെ ആയിട്ടൊന്നും കാണുന്നില്ല, എനിക്ക് കാണുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തതിന് ശേഷം സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ ഇതിങ്ങനെ എന്തെങ്കിലും മെഷീലൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഈ കേക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ കേക്ക് തയ്യാറാക്കാനായിട്ട് മൈദ, പൊടിച്ച പഞ്ചസാര, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറും ചേർത്തതിന് ശേഷം പിന്നെ ചേർത്തിട്ടുള്ളത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡറോട് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ഇതിൽ വെള്ളം ഒഴിച്ചാൽ മാത്രം കളർ മാറുള്ളൂ. കളർ മാറും മാത്രമേ വലുതും കാണാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ വെള്ള കളറാണ്. പാത്രം കൂടെ വെള്ള കളർ ആയത് കാരണം വേറെ കളർ എടുക്കായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും ഇപ്പം മിക്സ് ചെയ്ത് പോയില്ലേ. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ്. പാല് ഒഴിച്ച് കഴിഞ്ഞ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പാലിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കൂടെ ഒഴിച്ച്, മുട്ട ചേർക്കാത്തതുകൊണ്ടാണ് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞ് ഇതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇത് പാല് ചേർക്കുന്നതിനൊപ്പം തന്നെ ഇത് പാല് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാര്യം ഇതിനകത്ത് ചേർത്തിട്ടുള്ള എല്ലാ പൗഡറും ഇതിനൊപ്പം ഒന്നായിട്ട് മിക്സായി വരണം. അതിനുവേണ്ടി നമ്മൾ എത്ര സമയം മിക്സ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ ഈ ഒരു സമയത്ത്, അതായത് മാവ് കുഴഞ്ഞാണ്ടില്ലേ, ഈ ഒരു പാകമായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള, അതായത് കാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുകയാണ്. പിന്നെ നമുക്കൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 5-10 മിനിറ്റ് നിങ്ങൾ മിക്സ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ആ ഒരു മെഷീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇല്ല, നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്റർ കിട്ടും. അതിലോട്ട് നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള മുന്തിരിയും റേസിൻസും അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയും ഓറഞ്ച് ജ്യൂസും ചേർത്തിട്ടുള്ള മിക്സിനെയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കേക്ക് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ആ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു രൂപം, അതായത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഏതാ രൂപത്തിൽ വേണം എന്നുള്ളതാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിനായി കിട്ടണം. അതായത് ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാകരുത്. ആ ഒരു രീതിയിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. കേക്ക് ഉണ്ടാക്കി ഇനിയിപ്പോൾ നമുക്ക് അറിയാത്തതാണോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കേക്കിന് അതിൻ്റെതായ ഭയങ്കര ടെക്നിക്കൽ വശങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇത് വളരെ സിമ്പിൾ കേക്ക്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ നിങ്ങൾ ഞെട്ടാതിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന കേക്കാണിത്. അതിനുശേഷം നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പറിൽ യാതൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ വെണ്ണയൊന്നും ഇട്ടില്ലെങ്കിൽ പോലും ഇത് നല്ല പാകത്തിന് ഇളകി വരും. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒരു 2-3 തവണ ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കുക. അതായത് എന്തെങ്കിലും ബബിൾസോ എയറോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പ്രീ ഹീറ്റ് ചെയ്ത് വെക്കേണ്ട ഓവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ഓവനിൽ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് ഓൺ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചെറിയ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് നട്ട്
നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതുപോലെ വെറുതെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുത്ത്, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഓവൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. എൻ്റെ ഓവനിൽ ഓൾറെഡി ആ ഒരു കേക്കിൻ്റെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ കേക്കിൻ്റെ ഓപ്ഷൻ പ്രസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് അടച്ചതിന് ശേഷം ഞാൻ ഓവൻ്റെ കാര്യം കൂടുതൽ പറയുന്നില്ല, കാര്യം ഓരോരുത്തരുടെ ഓവൻ ഓരോ രീതിയിലാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കേക്കിൻ്റെ ഒരു ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മൾ കേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷേ ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള, നല്ല പഞ്ഞ് പോലത്തെ, സാധാരണ മേടിക്കുന്ന പ്ലം കേക്കിനേക്കാളും ഒരു പടി കൂടി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ കിഡിലൻ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ക്രിസ്മസ്. ഇത്രയും സിമ്പിളായിട്ട് ഇനി ഒരു കേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കി ഹിറ്റായി സക്സസ് ആയി വന്നിട്ടുണ്ട്. കേക്ക് അടിപൊളിയാണ് കേട്ടോ.